ഇന്ന് എൻ്റെ ഹോസ്പിറ്റൽ ലൈഫിലെ 4ാമത്തെ ദിവസമാണ്, അതായത് ഡെലിവറി കഴിഞ്ഞിട്ട് എൻ്റെ 2ാമത്തെ ഡേ. അപ്പോൾ ഞാൻ ചൂട് പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഹോട്ട് വാട്ടർ ബാഗ് കൊണ്ടുപോയത് വളരെ ഉപകാരമായിരുന്നു കേട്ടോ. എനിക്ക് അത്രയ്ക്കും മേലും കൈയും വേദനയാണ് കേട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാലും കൈയും ഒക്കെ ഭയങ്കര പെയിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പെയിൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഡെലിവറി അപേക്ഷിച്ച് എനിക്ക് 2ാമത്തെ ഡെലിവറിക്ക് അത്രയും ടൈം എടുത്തിട്ടില്ലെങ്കിൽ പോലും ഭയങ്കരമായ വേദനകളാണ് കേട്ടോ. അപ്പോൾ നോർമൽ ഡെലിവറി തന്നെയായിരുന്നു. അപ്പോൾ പറയണവർക്ക് നോർമൽ ഡെലിവറി അല്ലേ, കുഴപ്പമില്ലല്ലോ എന്ന് പറയണവർക്ക് വേണ്ടിയിട്ട് കുഞ്ഞിൻ്റെ വെയിറ്റിനെ അപേക്ഷിച്ചിരിക്കും കേട്ടോ ഓരോ നോർമൽ ഡെലിവറിക്കാരുടെ വേദനയും. ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോൾ അധികം വെയിറ്റില്ലാത്ത ബേബീസ് ആകുമ്പോൾ 1-2-3 ഡേയ്സിൻ്റെ ഉള്ളിൽ റിക്കവർ ആവണവരുണ്ട്. പക്ഷേ വെയിറ്റ് കൂടിയ ബേബികളാണെങ്കിൽ അതിൻ്റെ ഉണ്ണി പുറത്തേക്ക് വരാൻ അതിനനുസരിച്ചുള്ള കീറലാണ് അവർ കീറുക, അതും പച്ചയ്ക്ക് തരിപ്പിച്ചിട്ടല്ല. അപ്പം പച്ചയ്ക്ക് കീറി പച്ചയ്ക്ക് തുന്നും. ആ തുന്നുമ്പോഴൊക്കെ സ്വർഗം കാണുന്ന ഒരു ഇതുണ്ടല്ലോ. അയ്യോ, എനിക്ക് ആദ്യത്തെ ഡെലിവറിയിലൊന്നും ഈ തുന്നണ വേദന ഒന്നും ഞാൻ അങ്ങനെ അറിഞ്ഞിട്ടില്ല. പക്ഷേ ഇതിനെ ഞാൻ ശരിക്കും അനുഭവിച്ചു കേട്ടോ. അത്രയ്ക്കും പെയിനായിരുന്നു. തുന്നണ വേദനയും അതേപോലെ കീറുന്ന വേദനയൊക്കെ ശരിക്കും അറിഞ്ഞു. ഞാൻ കാണിച്ച ഡോക്ടറായിരുന്നില്ല എൻ്റെ ഡെലിവറി എടുത്തത്, അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. നല്ല വേദന തന്നെയായിരുന്നു. അപ്പോൾ ഉണ്ണിക്ക് വരാൻ വേണ്ടിയിട്ട് അവർ കീറുന്നതാണ്. പക്ഷേ നമ്മുടെ ജീവൻ പകുതി മുക്കാലും അതിൽ പോവും. ഉണ്ണി ആദ്യം ലാസ്റ്റ് സ്കാനിങ്ങിൽ നോക്കുമ്പോൾ അധികം വെയിറ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ, 2,300 ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഡെലിവറി സമയത്ത് ഞാൻ ചേട്ടനോട് എല്ലാവരോടും പറഞ്ഞു, അധികം വെയിറ്റ് ഉണ്ടാവില്ല, ഉണ്ണി വെയിറ്റ് കുറവല്ലേ, അപ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല, സ്റ്റിച്ചൊക്കെ ചെറിയ സ്റ്റിച്ചാവും, വേഗം റിക്കവർ ആവും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ എല്ലാവരും ഞെട്ടിച്ചു കൊണ്ട് ആദ്യത്തെ ഉണ്ണീനെക്കാട്ടും ഭയങ്കര വെയിറ്റോട് വിട്ടാട്ടോ 2ാമത്തെ ആൾ വന്നത്. അപ്പോൾ ശരിക്കും അതിൻ്റെ വേദന ഭയങ്കര തന്നെയാണ് കേട്ടോ. അപ്പോൾ 2ാമത്തെ ഡെലിവറി ആകുമ്പോൾ ഒരു എക്സ്ട്രാ എനിക്ക് തോന്നിച്ച ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇടയ്ക്കിടയ്ക്ക് ഈ പീരീഡ്സ് ആവണ പോലത്തെ വയറുവേദന. ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞ് പുറത്തേക്ക് വരുന്നതോടുകൂടി വേദന മാറും എന്നാണ് ചിലവരൊക്കെ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ആദ്യത്തെ ഡെലിവറിക്ക് വേദന കുറച്ച് ഡെലിവറി കഴിഞ്ഞിട്ടും കുറച്ച് നേരമൊക്കെ വേദന ഉണ്ടായിരുന്നു കേട്ടോ, ഈ പീരീഡ്സ് ആവണ പോലത്തെ വേദന. പക്ഷേ ഈ 2ാമത്തെ ഡെലിവറിയിലാണ് എന്നെ ശരിക്കും ഞെട്ടിച്ചത്. ഇത്രയും ദിവസമായിട്ട് പോലും ഈ പീരീഡ്സ് ആണ് വേദന, വയറുവേദന, അത് ശരിക്കും പ്രസവ വേദനയുടെ അതേപോലത്തെ വേദന ഇടയ്ക്കിടയ്ക്ക് വന്നു പൂട്ടുക. അതാണ് എനിക്ക് മനസ്സിലാവാത്തത് എന്താണെന്ന്. അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചപ്പോഴാണ് ഡോക്ടർ പറഞ്ഞ വയറ് ചുരുങ്ങണ കാരണമാണ് ആ വേദന നിൽക്കുന്നത്. അപ്പോൾ നോർമൽ ഡെലിവറിക്കാർക്കായാലും സിസേറിയൻകാരുടെ കാര്യം എനിക്കറിയില്ല കേട്ടോ, ഈ പെയിൻ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നോർമൽ ഡെലിവറിക്കാർ ചിലവർ പറയും പ്രസവം കഴിഞ്ഞില്ലേ, വേദന കഴിഞ്ഞില്ലേന്ന്. പക്ഷേ വേദന കഴിയണില്ല. ഈ വേദന ഉണ്ടല്ലോ, ഈ വേദന ഞാൻ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ സ്റ്റിച്ചിൻ്റെ വേദനയും വല്ലാത്ത സ്റ്റിച്ച് തന്നെയാണ് കേട്ടോ. ഈ സ്റ്റിച്ചിൻ്റെ വേദനയൊക്കെ ഉണങ്ങി വരാൻ എത്ര ദിവസം എടുക്കുന്നു പോലും എനിക്കറിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, അത്രയും വേദന ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നോർമൽ ഡെലിവറി ആകുമ്പോൾ നമ്മൾ മരിച്ചു പോവും എന്ന് വരെ മരിച്ചു പോകുന്ന സിറ്റുവേഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു ശരിക്കും ഞാൻ നേരിട്ട് എൻ്റെ ഡെലിവറി എക്സ്പീരിയൻസിൽ ഞാൻ ഒരാൾക്ക് കണ്ടു ആളുടെ ജീവൻ പോണത്. അത് വല്ലാത്തൊരു ഷോക്ക് തന്നെയായിരുന്നു കേട്ടോ എന്നെ സംബന്ധിച്ചോളം. അത്തരം വേദനിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ എൻ്റെ ഡെലിവറി സമയത്ത് വേറൊരാൾക്ക് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല തന്നെ. അതൊക്കെ വഴിക്ക് ഞാൻ പറയാം. അപ്പോൾ എന്തായാലും മരുന്നും കാര്യങ്ങളൊക്കെ ഒരു ലോഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മുറിവ് ഉണങ്ങാനുള്ള മരുന്നൊക്കെ നമുക്ക് ഡിസ്ചാർജ് ആവണേൻ്റെ അന്നാ തരുള്ളൂ കേട്ടോ. അതുവരെ നമ്മൾ ഈ വേദന, മുറിവ് ഉണങ്ങാത്ത വേദന സഹിച്ച് നടക്കണം. പിന്നെ വേദനയുടെ മരുന്നൊക്കെ ഇടയിൽ കൂടെ ഉണ്ടെന്ന് വിചാരിക്കണം, എനിക്കറിയില്ല കറക്റ്റായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇനി നാളെ എനിക്ക് ഡിസ്ചാർജ് ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഉണ്ണീരെ മഞ്ഞയും പച്ചയൊക്കെ നോക്കിയിട്ട് വേണം. ശിവയുടെ കാര്യത്തിലുള്ള കാരണം ഒരു ടെൻഷനാണ് കേട്ടോ മഞ്ഞ കളറിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ദിവസങ്ങൾ. അമ്മ ഓൺ ഡ്യൂട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് കരയും, പിന്നെ ഉറങ്ങും, ഇടയ്ക്ക് കരയും, പിന്നെ ഉറങ്ങും, അതാണല്ലോ അവരെ പരിപാടി. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു രാത്രിയിലത്തെ അത്താഴം കഴിച്ച് കിടന്നു കേട്ടോ.